പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, ഏറെ സന്തോഷത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ട്രേഡ്സ്മാൻ പ്ലംബിംഗ് പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ ഐപ്ലസിന്റെ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ ഉയർന്ന റാങ്കുകൾ ഉൾപ്പെടെ ഒട്ടേറെ പേർ നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ചു എന്നെന്ന് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഐപ്ലസിന് വളരെ അഭിമാനമുണ്ട്. തീർച്ചയായിട്ടും ഇത് ഞങ്ങളുടെ ഒരു നേട്ടമല്ല. ഈ പറഞ്ഞ കുട്ടികൾ സ്റ്റുഡൻസ് വളരെ ഇൻറ്റൻസീവായിട്ട് പഠിച്ചതുകൊണ്ടും വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള എഫേർട്ട് കാരണമാണ് അവർക്ക് ഈ റാങ്ക് കിട്ടിയത് എന്നുള്ള കാര്യം നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. പക്ഷേ അവരെ ഈ വിജയത്തിലേക്ക് നയിക്കാൻ ഐപ്ലസിന് സാധിച്ചു. അവർക്ക് വേണ്ട മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യാനും അതുപോലെ തന്നെ അവർക്ക് വേണ്ട ഗൈഡൻസ് നൽകാനും അവർക്ക് വേണ്ട ക്ലാസ്സുകൾ കൊടുക്കാനും ഒക്കെ നമുക്ക് സാധിച്ചു എന്ന് പറയുന്നതിൽ വളരെയധികം അഭിമാനമുണ്ട്. 3ാം റാങ്ക് നേടിയ ഹുസ്നി ആണെങ്കിലും 5ാം റാങ്ക് നേടിയ അനീഷൊക്കെ ആണെങ്കിലും നമ്മുടെ ഉദ്യോഗാർത്ഥികളാണ്. ഏറെ നാളായിട്ട് നമ്മളോടൊപ്പം നിൽക്കുന്ന ഉദ്യോഗാർത്ഥികൾ, അതുപോലെ സപ്ലിമെൻ്ററി ലിസ്റ്റിലും ഒക്കെ ഒരുപാട് കുട്ടികൾ നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നേരുകയാണ്. ഈ പറഞ്ഞ ട്രേഡ്സ്മാൻ പ്ലംബിംഗ് പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നേരുകയാണ്. ഇനി റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിക്കാൻ സാധിക്കാതെ പോയ ആളുകളും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ പറഞ്ഞതുപോലെ ഇനിയും പരീക്ഷകൾ വരുന്നുണ്ട്. പ്രത്യേകിച്ചും ഫെബ്രുവരിയിൽ നമുക്കറിയാം ട്രേഡ്സ്മാൻ വെൽഡിങ്, ട്രേഡ്സ്മാൻ ടേണിംഗ്, ട്രേഡ്സ്മാൻ മെഷീനിസ്റ്റ് തുടങ്ങിയ പരീക്ഷകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ടും ഇതേ നിലവാരമുള്ള ക്ലാസ്സുകൾ, അതായത് ഇതേ ഉദ്യോഗാർത്ഥികൾ ഉയർന്ന റാങ്ക് നേടിയ അതേ നിലവാരമുള്ള ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലിങ്കുകൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കാണാം. നിങ്ങൾക്ക് അവിടെ ട്രയൽ ക്ലാസ് ഒക്കെ കണ്ട് ഇപ്പോൾ വളരെ ചെറിയ ഫീസിൽ നിങ്ങൾക്ക് അതിൽ എൻറോൾ ചെയ്യാനായിട്ട് സാധിക്കും. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ നമ്പറുകളിൽ വിളിച്ച് ചോദിക്കുകയും ചെയ്യാം. അപ്പോൾ ഈ വിജയങ്ങളൊക്കെ തെളിയിക്കുന്നത് നിങ്ങൾക്കും ഇതിനുവേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ ഉയർന്ന റാങ്കുകൾ നേടാനും അതുപോലെ തന്നെ സർവീസിൽ പ്രവേശിക്കാനും സർക്കാർ ജോലിയിൽ പ്രവേശിക്കാനും സാധിക്കും എന്നുള്ളത് തന്നെയാണ്. കാരണം കൺസിസ്റ്റൻ്റായ എഫേർട്ടാണ്. ഇവരോടൊക്കെ സംസാരിക്കുമ്പോൾ, ഹരീഷിനോടാണെങ്കിലും ഹുസ്നിയോടൊക്കെ സംസാരിക്കുമ്പോഴാണെങ്കിലും കൺസിസ്റ്റൻ്റായ ഒരു എഫേർട്ടാണ് അവർ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി നിലനിർത്തുക, കൃത്യമായിട്ട് ക്ലാസ്സുകൾ കേൾക്കുക, കൃത്യമായിട്ട് നോട്ടുകൾ എഴുതിയെടുക്കുക, കൃത്യമായിട്ട് റിവൈസ് ചെയ്യുക, അങ്ങനെയുള്ള ബേസിക് സ്റ്റെപ്പുകൾ നമ്മൾ പാലിച്ചാൽ തീർച്ചയായിട്ടും PSC പരീക്ഷ ക്രാക്ക് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഇനിയുള്ള പരീക്ഷകൾക്കായിട്ട് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. ഇവരെ പോലെ റാങ്ക് ലിസ്റ്റിലെത്താൻ നിങ്ങൾക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.